ഇന്ന് ഞാൻ ഒരു കടയിൽ പോയി പച്ചക്കറി എല്ലാം വാങ്ങി. നാളെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് വൈകുന്നേരം ഒരു കടയിൽ പോയി എല്ലാ സാധനങ്ങളും വാങ്ങി. ആ കടക്കാരൻ പറയുന്നത് ഇന്നത്തേതിനേക്കാളും നാളെ വില കൂടാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഇനി വാങ്ങിക്കൊണ്ട് വന്നു. മത്തൻ എപ്പോഴും വില കൂടുതൽ തന്നെയാണ്. അല്പം പഴവും കൂടെയൊക്കെ വാങ്ങിയപ്പോഴത്തേക്ക് 1500 രൂപയോളമായി. കുറച്ച് പാളയംകോടും പഴവും കൂടെ വാങ്ങിയപ്പം 1500 രൂപയാണ് ആയത്. മത്തൻ, ഇഞ്ചി, ബീൻസ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, തക്കാളി, ഉരുളക്കിഴങ്ങ്, പാവയ്ക്ക, പച്ചയേത്തക്ക. അവിയൽ വയ്ക്കാൻ ഏറ്റവും നല്ലത് പച്ചയേത്തക്കായാണ്. പച്ചയേത്തക്കായും ചേമ്പും മുട്ടയും ബാക്കി മറ്റുള്ള സാധനങ്ങൾ മുരിങ്ങാക്ക കൂടെ ഇട്ട് വെച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് താളിച്ചെടുക്കണം. അപ്പം നല്ല ടേസ്റ്റുള്ള അവിയലാണ്. അവിയലിന് പച്ച ഏത്തക്കായാണ് ഏറ്റവും മറ്റേ അവിയൽ കായയിൽ നിന്ന് നല്ലത് പച്ച ഏത്തക്കായാണ് അവിയലിന് നല്ലത്. ഓണത്തിനൊക്കെ നമ്മൾ അല്ലാത്തപ്പോൾ മറ്റതൊക്കെ ഇട്ട് വയ്ക്കും. ഇത് ഓണത്തിന് നമ്മൾ പച്ച ഏത്തക്ക ഇട്ടാണ് വയ്ക്കുന്നത്. അതുപോലെ മുരിങ്ങാക്ക, വെള്ളരി, ക്യാരറ്റ്, മുട്ടക്കോസ്, തക്കാളി, വെണ്ടയ്ക്ക, ഏത്തപ്പഴം, സവാള, സലാഡ് വെള്ളരി, നാരങ്ങ ഇതൊരെണ്ണം 40 രൂപയാണ്. നാരങ്ങ, അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടി. ഇനിയും കുറച്ച് സാധനത്തിൽ ബാക്കിയുണ്ട് വയ്ക്കാനായിട്ട്. പഴം പാളയംകോടൻ പഴം കുറച്ച് വാങ്ങിയതുണ്ട്. ഈ 2 ഐറ്റം പഴങ്ങളും കൂടി ചേരുമ്പോഴാണ് 1500 രൂപ ആയത്. വില കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് പാളയംകോടൻ പഴമാണ്. പഴുത്ത് വരുന്നതിന് മുമ്പ് കൊല മുറിഞ്ഞ് വെച്ചു. പക്ഷേ അത് ഇതുവരെ പഴുക്കാൻ ആരംഭിച്ചില്ല. ഇതും കൂടി വാങ്ങിയത്. ഈ പാളയംകോടൻ പഴം പഴുത്ത് വരുന്നത് വാങ്ങി. അത് 2 ദിവസത്തിനകത്ത് പഴുക്കുമല്ലോ. 2 ദിവസത്തിനകത്ത് അതും പഴുക്കും. ഇതാണ്ട് എല്ലാം കൂടിയാണ് 1500 രൂപ പറഞ്ഞത്. ഏത്തപ്പഴം, എല്ലാ സാധനങ്ങളും. ഇഞ്ചിയൊക്കെ 280 രൂപയാണ് 1 കിലോ ഇഞ്ചി. 280 രൂപ. മാങ്ങ 100 രൂപയാണ് കിലോ. ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെയാണ്.